പിന്നെ അടുത്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഗഡി പിങ്ക്. ഇത് നമുക്ക് ഈ പറഞ്ഞ ഒരു ഗ്രാനൈറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്റ്റോണാണ്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റോണാണ്. നമുക്കൊരു വീട്ടിനൊരു ഈ ഒരു എലഗൻറ്റ് റിച്ച് ലുക്ക് കിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോണാണ് ഈ മാഗഡി പിങ്ക് സ്റ്റോൺ. അടുത്ത സ്റ്റോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ നർസാപുരം റഫ് സ്റ്റോൺ, ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന നർസാപുരം റഫ് സ്റ്റോൺ നാച്ചുറൽ ഫിനിഷ് ആയിരിക്കും. നമ്മൾ ബേൺ ചെയ്ത് പൊളിച്ചെടുക്കുന്ന കല്ലാണ് നർസാപുര റഫ് സ്റ്റോൺ. ഇതിൻ്റെ പ്രതലം ഭയങ്കര റഫ് ഫിനിഷ് ആയിരിക്കും. ഇതിൻ്റെ തിക്നെസ് മിനിമം 2 ഇഞ്ച് ടു 5 ഇഞ്ച് 6 ഇഞ്ച് തിക്നെസ്സിൽ വരുന്ന ഈ സ്റ്റോൺ ലാൻഡ്സ്കേപ്പിംഗ് ഹാർഡ്സ്കേപ്പിംഗ് പർപ്പസിന് വളരെ എലഗൻ ലുക്ക് തരുന്ന ഒരു സ്റ്റോണാണ് റഫ് സ്റ്റോൺ. ഇതിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സൈസുകൾ നമുക്ക് അവൈലബിൾ ആണ്. 2x2 സൈസാണ്, ഇത് 3x2 സൈസാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് നമ്മളെ കോട്ട സ്റ്റോണുകൾ കാണാം. കോട്ട സ്റ്റോണുകൾ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നമുക്ക് ഇവിടെ കാണാം, നമുക്ക് ഹൈ ഗ്ലോസി കാണാം, അതുപോലെ മിറർ ഫിനിഷ് കാണാം, ലെതർ ഫിനിഷ് കാണാം. അതൊരു ബ്ലൂയിഷ് ഒരു ഗ്രേ ടച്ച് വരുന്ന സ്റ്റോണാണ് കോട്ട സ്റ്റോൺ. അതുപോലെ ഇവിടെ നമുക്ക് യെല്ലോയിഷ് ടച്ചിൽ വരുന്ന കോട്ട സ്റ്റോണും കാണാം. ഇത് നമുക്ക് ചെറിയ ചെറിയ മൈന്യൂട്ട് ഗ്രേഡിയൻറ്റ് കളർ ഗ്രേഡിയൻറ്റ് ഡിഫറൻസ് വരും. നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ മൈന്യൂട്ടായിട്ടുള്ള കളർ ഗ്രേഡിയൻറ്റ് ഇത് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ഫിനിഷാണ് കാഡ്ബറി ഫിനിഷ്. കോട്ടയിൽ വരുന്ന ഒരു ഡിഫറെൻറ്റ് ഫിനിഷാണ് കാഡ്ബറി ഫിനിഷ്. ഇത് മേലെ കാണുന്നത് റെഡ് മണ്ടാന സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാൻഡ് സ്റ്റോൺ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സ്റ്റോണാണ്. ഇതൊക്കെ നമുക്ക് പിന്നെ ഡിഫറെൻറ്റ് ഫിനിഷിൽ അവൈലബിൾ ആണ്. ലെതർ ഫിനിഷ്, റഫ് ഫിനിഷ്, സെമി പോളിഷ് ഫിനിഷ് ഒക്കെ അവൈലബിൾ ആണ്.